ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രഹ്മാണ്ഡനായിട്ടുള്ള ശങ്കർ സാറിൻ്റെ സിനിമയാണ്. സോ ആ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ടത് എന്താ പറയുക, ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ നേരെ ഉൾട്ടടിച്ചുകൊണ്ട് ഒരു ബ്രഹ്മാണ്ഡ മണ്ടം പടമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ അതേ പാറ്റേൺ ഒക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ സഞ്ചരിക്കുന്നതൊക്കെ. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്ത്യനിലെ ആ ഒരു കമലഹാസന്റെ ആ ഒരു എനർജി ലെവലിനെക്കാട്ടിലും കുറച്ചും കൂടി ഹയർ എനർജി ലെവലിലാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കമലഹാസൻ വരുന്നത്. അതൊക്കെ എന്നെ സംബന്ധിച്ച് കുറച്ച് ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നി. എന്നാലും ഭേദമാണ് കണ്ടിരിക്കുക എന്ന് പറയാം. പക്ഷെ അതും കഴിഞ്ഞിട്ടൊരു അരമണിക്കൂറൊക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപരാധങ്ങൾ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് പടത്തിന്റെ ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ അതിനുശേഷം ആ ഒരു എക്സ്പെക്ടേഷനിൽ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഒരു കോമഡി പടം കണ്ട ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കണ്ടിറങ്ങി വരാന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു പടമൊക്കെ എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്? വെറുതെ പേര് കളയാൻ വേണ്ടിയിട്ട്. ആകെപ്പാടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതിന് അവസാനം കാണിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ 3 എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കൊള്ളാം എന്ന് എനിക്ക് തോന്നി. ആ ഒരു സിനിമയ്ക്കകത്തും പറയാൻ പോകുന്നത് ഇങ്ങേരുടെ അപ്പൂപ്പനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ അതൊക്കെ ഏത് ലെവലിൽ എങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കും എന്നുള്ളത് അറിയില്ല. ബ്രിട്ടീഷുകാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നമുക്ക് കണക്ട് ആവുന്ന രീതിയിലൊക്കെ പറയാൻ ശ്രമിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 95% മുകളിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ജനുവരിയിൽ റിലീസ് ഉണ്ട് എന്ന് അറിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഗംഭീരമായിട്ട് വന്നു കഴിഞ്ഞാൽ ജനുവരിയിൽ ഉണ്ടാവും എന്ന് അറിയുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ എന്താ പറയുക, പൂച്ച ചൂടുവെള്ളം കുടിച്ചാൽ പിന്നെ വീണ്ടും ഒന്ന് പേടിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇന്ത്യൻ 3 കാണാൻ എന്തായാലും ആൾക്കാർ ഒന്ന് പേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ 2 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെറുപ്പിക്കൽ മോഡിലാണ് ആ പടം അവസാനിപ്പിക്കുന്നതൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 5-6 പേരൊക്കെ കൂടി പോയിരുന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളി നശിപ്പിച്ചിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡൻ സിനിമ അങ്ങനെ വേണം പറയാനായിട്ട്. കമലഹാസനൊക്കെ ശരിക്കും പറഞ്ഞൊന്ന് മാനിക്കായിരുന്നു. അതിനും മീതെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സിദ്ധാർത്ഥിന്റെ അപരാധം ഒരു പെർഫോമൻസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ഇതിപ്പോൾ സ്പോയിലർ ആവുമല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവന്മാരൊക്കെ പാടെ തന്നെ കൂടി വിളിച്ചു വന്നിട്ട്, അതായത് കം ബാക്ക് ഇന്ത്യൻ എന്നുള്ള ഹാഷ്ടാഗ് ഒക്കെ വെച്ച് കതറൽസ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി സെറ്റപ്പ് ആക്കിയിട്ട് ഈ കമലഹാസൻ താത്തേനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവന്മാരെന്നെ മൂഞ്ചി തെറ്റിയിരുന്നിട്ട് ഇവന്മാരെന്നെ പറയും, ഇയാള് കാരനാണ് നമ്മളൊക്കെ മൂഞ്ചി തെറ്റിയത്, അതുകൊണ്ട് ഗോ ബാക്ക് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു അപരാധം എന്നൊക്കെ പറഞ്ഞാൽ സീരിയൽ തോറ്റുപോകും. അത്തരത്തിലുള്ള അപരാധം സീക്വൻസുകളും പെർഫോമൻസുകളും അട്ടപടലം മൂഞ്ചിയിട്ടുള്ള സീക്വൻസ് ഒന്നും പറയാനില്ല. പടത്തിന്റെ ഡ്യൂറേഷൻ തന്നെ 3 മണിക്കൂറോളം ഉണ്ട്. ഞാൻ പറയുന്നതിൽ അതിലും കൂടുതൽ പറഞ്ഞു പോകും. 3 മണിക്കൂറിന്റെ മുകളിൽ പറയാനുള്ള സംഭവ വികാസങ്ങളുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ആലോചിക്കുക, ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച് അവിയൽ പരിവാക്കി നശിപ്പിച്ച് കളഞ്ഞൊരു സിനിമ. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ തിരക്കഥ അടിപൊളിയാണ്. അതും 3 മണിക്കൂറുണ്ട് സിനിമ എന്ന് പറയുന്നത്. കൃത്യം 3 മണിക്കൂറാണ് ആ സിനിമയും. ആ 3 മണിക്കൂറിനകത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആകെ ഒരു 3-4 കേസ് വെച്ചിട്ടാണ് അവർ ഈ ഒരു റിവെഞ്ചിലേക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കിടക്കുന്നത്. ഇത് അതിന് പകരം പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു 20 കേസ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ വളരെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരത്തെ ഇന്ത്യനിൽ കാണിച്ച അതേ സെറ്റപ്പിൽ തന്നെ ഒരു 1-2-3 സീക്വൻസ് കാണിച്ചു, അതിന് അനുസരിച്ചിട്ട് സെറ്റപ്പുകൾ ചെയ്യുന്നു. പിന്നെ ഒരു കണക്ഷനും ഇല്ലാതെ വരുന്ന കുറേ സീക്വൻസുകൾ, ഈ കുറേ ഇമോഷണൽ കുത്തിക്കയറ്റാൻ നോക്കി. തിരക്കഥയുടെ ബലമില്ലായ്മ തന്നെയാണ് ഈ ഒരു പടത്തിനെ ബാധിച്ചിട്ടുള്ളത്. ആകെ ഒരു 1-2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആക്ഷൻ സീക്വൻസ് ഒന്നും കുഴപ്പമില്ല എന്ന് പറയാം. DOP നന്നായിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, അനിരുദ്ധിന് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ഒരു സാധനം കൊണ്ടുപോയി വെച്ചിട്ട് അയാളോട് പോയിട്ട് അതിനൊരു മ്യൂസിക് അങ്ങോട്ട് കമ്പോസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എന്തെടുത്തിട്ട് കൊടുക്കാനാണ്. അതിൽ ആ കതറൽസ് എന്ന് പറയുന്ന സോങ് ആണെന്നുണ്ടെങ്കിലും, ഞാൻ ആക്ച്വലി സോങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാര എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. ഞാൻ അതിപ്പോൾ വരും പറഞ്ഞിരുന്നിട്ട്, പിന്നെ കാജൽ അഗർവാളാണ് നായിക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരും നോക്കിയിരുന്നിട്ട് ഒരു തേങ്ങ ഉണ്ടായില്ല. തേർഡ് പാർട്ടിലാണ് ഈ ഒരു 2 സംഭവങ്ങൾ. പാര എന്ന് പറയുന്ന സോങ്ങിന്റെ ഒരു ടീസ് പോലെ ലാസ്റ്റ് ട്രെയിലറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാജൽ അഗർവാൾ വരുന്നത് ലാസ്റ്റ് തേർഡിലൊക്കെയാണ്. അതൊക്കെ വൻ ശോകം. ഒരു തരത്തിൽ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ ഒരു സിനിമയിലില്ല എന്നുള്ളതാണ്. അനിരുദ്ധൊക്കെ
കരഞ്ഞു ഓടിയുണ്ടാവും പടം കണ്ട സമയത്ത്. സാധാരണ അവൻ്റെ പടങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് കപ്പടിച്ച് വിന്നടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇടാറുണ്ട്. ഈ പടത്ത് കണ്ടതിന് ശേഷം അവനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, പ്രൊമോഷൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. മിക്കവാറും ചിലപ്പോൾ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും പ്രോ അപരാധം എന്നൊക്കെ പറഞ്ഞാൽ ഈ കൊല്ലം ഇറങ്ങിയിട്ടുള്ള മലങ്കൾട്ട് പടം, മലങ്കൾട്ട് പ്രോ മാക്സ്, അത്രേ പറയാനുള്ളൂ. തിയേറ്ററിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു 5-6 പേരൊക്കെ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ട്രോളി രസിക്കാൻ വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് പോകാന്നുള്ളതല്ലാതെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.